അങ്ങനെ അവർ കണ്ടുപിടിച്ചത് പറയുന്ന ഒരു സെൻസ് ഇത് നമ്മളെ മിഷൻ കഴിഞ്ഞു എന്നെ നമുക്ക് നമ്മളെ വേൾഡിലേക്ക് പോവാം എന്ന് അവർ ജങ്കുക്ക് പറയായിരുന്നു. ഈ ഭൂമിയിലിരിക്കുന്ന പോലെ നമ്മളെ ഗ്രഹത്തേക്ക് പോയ പ്രശ്നം സോളാണ്. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഗ്രഹമാണോ എന്ന് പറഞ്ഞു ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഇത് വിട്ടാൽ ശരിയാവല്ല എന്ന് ഹീറോ സ്നച്ചത്. അവർ 7 പേർ നോക്കി ഹീറോ പ്ലാൻ ചെയ്ത് തുടങ്ങി. എന്താ എന്നെ അവർ പറയുന്നു, അപ്പോൾ നിങ്ങൾ വേറെ വേൾഡ് ഏലിയൻസ് ആണോ എന്ന് ഹീറോയിൻ എനിക്കറിയാം. അതർ വേൾഡ് ഏലിയൻസ് ആണോ എന്ന് ഹീറോയിൻ നോക്കാമായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇത് വിട്ടാൽ ശരിയാവില്ല, എനിക്ക് ഇവരെ എന്ത് വേണയാൽ എനിക്കാവില്ല, ഇവരെ കൂടെ എന്നിരിക്കണം എന്ന് ഹീറോയിൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ശരി, ഇവരെ എൻ്റേതാക്കണോ എന്ന് ഹീറോയിൻ നിറയെ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ശരി വില്ലത്തന്നെ ഒരു സ്മൈൽ ചെയ്ത് ഹീറോയിൻ ശരി ഓക്കെ വെച്ചിട്ടുണ്ട് ആപ്പ് എന്ന് ഹീറോയിൻ മനസ്സിലിരിക്കാൻ തുടങ്ങിയായിരുന്നു. അതെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല, ഇവരിങ്ങനെ പോയാൽ വിട്ടാൽ ശരിയാവില്ല എന്ന് ഹീറോയിൻ നിറയൊരു പ്ലാൻ ഒന്ന് വെച്ചായിരുന്നു. ശരി ഇവർ വരുത്തുക എന്ന് പറഞ്ഞ് ഹീറോയി ചിരിച്ചിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഇവർ ആരാണ് ഹീറോയി കണ്ടുപിടിച്ച് കഴിഞ്ഞു ഹീറോയി. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ബർത്ത്ഡേ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് ഹീറോയിൻ പ്ലാൻ ചെയ്ത് പാർട്ടി വിളിച്ച് ഹീറോയിൻ ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെയായിട്ട് അവർ 7 പേർ വ്യക്തിയായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയുടെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ 7 മെമ്പേഴ്സ് വന്ന് ഹീറോയിൻ ഗിഫ്റ്റ് കൊടുത്ത് ഹീറോയിൻ വിള്ളത്തന്നെ ചിരിച്ചിട്ട് ശരി പ്ലാൻ സക്സസ് എന്നൊരു മെയ്ഡിനെ വിളിച്ചായിരുന്നു. മെയ്ഡ് ശരി മാം എല്ലാം ഓക്കെയാണോ എന്ന് ഹീറോയിൻ്റെ വീട്, അതെ ഹീറോയിൻ്റെ പാർട്ടി വീടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഡ്രിങ്ക്സ് ആയിരുന്നു. അതിൽ 7 ഡ്രിങ്ക്സ്, അത് 7 മെമ്പേഴ്സൊക്കെ കൊടുക്കണം. ആ മെയ്ഡ് പറയായിരുന്നു മാം അത് ശരി ഈ ഗിഫ്റ്റ് കൊടു ഈ ജ്യൂസ് കൊടു മാം ബാക്കിയവർക്ക്. ഹീറോയി അതിലൊന്നും ഇട്ട് കൊടുത്തായിരുന്നു. ഹീറോയിൻ കൈ കൊടുത്തു. ഫസ്റ്റ് ഹീറോയി അത് അവരുടെ മെയ്ഡിൽ കൊടുത്തായിരുന്നു. ഹീറോയി ഞാൻ വെച്ച ടേബിളുള്ള അതെടുത്തിട്ട് കൊടുക്കുന്നു. എന്നാൽ മെയ്ഡ് ശരി ഓക്കെ എന്ന് പറഞ്ഞ് 7 പേർക്ക് കുടിക്കാൻ നോക്കിയായിരുന്നു. അതിലെന്തോ ഒരു വ്യത്യാസമായി മാതിരി ഉണ്ട്. അപ്പോൾ ജിന്നി ചെക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു. ഹീറോയി അവരുടെ മുണ്ടി ഹീറോയെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുക. അവർ അത് ശ്രദ്ധിച്ചാലേ ഹീറോയി അവരോട് സംസാരിക്കാൻ ട്രൈ ചെയ്തായിരുന്നു. അത് ഒരു കഥ അതെടുത്ത് കുടിച്ചായിരുന്നു. അവർ ഹീറോയി കൊച്ചു കേട്ടോ ടോർച്ചറാക്കായിരുന്നു. അവർക്ക് ടെൻഷനായിട്ട് അത് കുടിച്ചായിരുന്നു. ഇവിടെ ടോർച്ചർ അടിക്കാൻ കഴിക്കായിരുന്നു. അങ്ങനെ കുടിച്ചായിരുന്നു. അവർക്ക് കുറച്ച് ഓർക്ക് മാതിരിയായിരുന്നു. എന്താടാ നിങ്ങൾക്ക് ഓർക്ക് വരാതെ ഇപ്പം എന്താ ഓർക്ക് വരുന്ന മാതിരിയാന്ന് പറഞ്ഞിട്ട് അതൊന്നും ഉണ്ടായിരുന്നു ഹീറോയ്ക്ക്. ശരി ഓർക്കൊന്നും വരുന്നില്ല, അവർ ഏരിയൻസ് അവർക്കൊരു പവറുണ്ട്, ഇവർക്ക് ഉറക്കം വരുന്നില്ലല്ലോ ഇപ്പം എന്താ ചെയ്യാന്ന് ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. ടാബ്ലറ്റ് കുടിച്ചിട്ട് അവർക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഹീറോയ്ക്ക് വീട് ചേഞ്ച് ആയിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് നെക്സ്റ്റ് പ്ലാൻ ശരി ഓക്കെ 7 പേർ അവർ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഹീറോയി പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിച്ചോ റെസ്റ്റ് എടുക്കുമെന്ന്. ഹീറോയിൻ നെക്സ്റ്റ് പ്ലാൻ ഈ പ്ലാൻ സക്സസ് ആയില്ല, ഇവർക്ക് കൊടുത്ത എന്തു പറയില്ല, ഞാനേ കുടിക്കണത്ര എന്ന് പറഞ്ഞ് ഹീറോയി ഒരു തന്നെ ഒരു പ്ലാൻ ചെയ്ത് അങ്ങനെയായിട്ട് ഹീറോയി വേണമെന്ന് അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഹീറോയി കുടിച്ചിട്ട് ഹീറോയിൻ്റെ വീടാണ്, വീട്ടിൽ താമസിക്കുക. ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫ്രണ്ട്സൊക്കെ പാർട്ടിയുടെ അവരെല്ലാവരും പോയിരുന്നു. അവർക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന്. ഹീറോയി 7 പേർ മാത്രം ഉള്ളത്. ഹീറോയി ഒരു പ്ലാൻ ഇട്ടായിരുന്നു. ഹീറോയിൻ്റെ വീടിൻ്റെ റൂമിൻ്റെ അടുത്താണ്. അങ്ങനെ 7 പേർ വെളിയിൽ വന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ റൂം കഴിഞ്ഞ് പോകുന്നു. ഹീറോ എന്തോ സൗണ്ട് റൂമിൻ്റെ ഉള്ളിൽ കേൾക്കായിരുന്നു. അങ്ങനെയായിട്ട് അതിൽ പറഞ്ഞ് ഹീറോയിൻ ഇങ്ങനെ വീഴാൻ പോയായിരുന്നു. അപ്പോൾ 7 പേർ വന്ന് ഹീറോയിനെ പിടിച്ച് ഒരാൾ ജിന്നു ഫസ്റ്റ് പിടിച്ചായിരുന്നു. എന്ത് പറ്റിയെന്ന് പറയുന്നു. ജിന്നിനടുത്ത് റൂമിൽ കുറിച്ച് വലിച്ചായിരുന്നു. ബാക്കി മെമ്പേഴ്സ് വായി പറഞ്ഞു എന്താടാ ഇവിടെ നടക്കുന്നത് എന്ന് പറയായിരുന്നു. ഒന്നും അറിയില്ലടാ എന്ന് പറയും. അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം ജിന്നിൻ്റെ കോളം കണ്ടിട്ട് അവർക്ക് 7 പേർക്ക് ഷാക്കായിരുന്നു. എന്താടാ ഇവിടെ നടക്കുന്നത് എന്ന് അവർ മുടുമുടു നോക്കായിരുന്നു. അവർക്ക് കൺഫ്യൂസായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സ്മെല്ല് വന്നായിരുന്നു. അത് എന്ത് സ്മെല്ലെന്നറിയില്ല. ഹീറോയിൻ്റെ റൂമിലുള്ളതായിരുന്നു. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ആ സ്മെല്ലാകുമ്പോൾ അവർക്കൊരു മാതിയായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്കൂടെ ക്ലോസ് ആയിരുന്നായിരുന്നു. അത് ഭയങ്കര പവറുള്ളതായിരുന്നു. അത് പറഞ്ഞാൽ ജങ്കുക്ക് കൊടുന്നതായിരുന്നു. ജങ്കുക്ക് ചുമ്മാ പറഞ്ഞ് കൊടുന്നതായിരുന്നു. ജങ്കുക്കിൻ്റെ അത് താഴെ വീണത്. ഹീറോ ഇത് എന്താണ് മണമെന്ന് കത്തിച്ചായിരുന്നു. അതൊരു ജങ്കുക്കിനെല്ലാവരും മുറക്കായിരുന്നു. ഇത് എവിടെയായിട്ടാണ് വിട്ടുപോയത്. ജങ്കുക്ക് വന്നത് ആ ഒരു ബോട്ടിലുള്ള ഒരു കെമിക്കൽ ജങ്കുക്ക് കണ്ടുപിടിച്ചത്. ഹീറോയി അത് ഓപ്പൺ ചെയ്തായിരുന്നു. അതിലൊരു ഊതത്തി മാതിരിയുള്ള അത് ഹീറോയി കത്തിച്ചായിരുന്നു. നല്ല സ്മെല്ല് അറിയാതെ കത്തിച്ച ഇത് നല്ല മണം വരുമെന്ന്. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ പൂവിൻ്റെ ഒരു മണം വരുന്നത്. അതുകൊണ്ട് ഹീറോ കത്തിച്ചായിരുന്നു. അതിപ്പോൾ കത്തിച്ചത് ഹീറോയ്ക്ക് ഒരു മാതിരിയായിരുന്നു. ഹീറോയി ടെൻഷനായിട്ട് പ്ലാൻ ചെയ്യാൻ വന്നത് ഹീറോയ്ക്ക് ബോധം വന്ന് ഹീറോയിനെ കുറിച്ച് കിസ് ചെയ്ത് ഇത് കണ്ട് അവർക്ക് ഷാക്കായിരുന്നു. എന്താടാ പറ്റി അവർക്കൊരു മാതിരിയാണ്. അതുകൊണ്ട് ഹീറോയ്ക്കൂടെ സ്റ്റേ ചെയ്തായിരുന്നു. ഹീറോയിൻ 7 മെമ്പേഴ്സ് നല്ല ഓർക്കായിരുന്നു. ഹീറോയിന് ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. എന്താ
ഒന്നും നടന്നിട്ടില്ലല്ലോ, ഇതെങ്ങനെ നടന്നത്? ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. ഞാനിവർക്ക് പ്ലാൻ ചെയ്താൽ എനിക്ക് കറക്റ്റായല്ലോ, ഇതെങ്ങനെയാണ് നടന്നത്? ഒരു വേള വേണമെന്ന് വന്നതാ. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു നോക്കുമ്പോൾ. 7 പേര് ഹീറോയിനെ എണിച്ചായിരുന്നു. എണിച്ചിട്ട് ഹീറോയിൻ ബാത്റൂം ഓടി പോയിരുന്നു. 7 പേര് എണിച്ചിട്ട് നോക്കുമ്പോൾ എന്താടാ നടന്നത്? ജങ്കുക്കിന് എല്ലാവരും കുത്തുമായിരുന്നു. പാവ ജങ്കുക്ക്. ഇല്ല ഹാങ്, ഞാൻ ചുമ്മാ വന്നതാ. ജിൻ ഹായനെ നോക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് ഞാൻ അറിയാതെ ഒരു മിസ്സായി പോയി എന്ന് ജങ്കുക്ക് കരുതിയിട്ട് പറയായിരുന്നു. എല്ലാത്തും കാരണം ഈ ജിന്ന് ഹാങ് എന്തെല്ലാം കണ്ടുപിടിക്കായിരുന്നു. ജിന്നൊക്കെ പറയാൻ തുടങ്ങിയായിരുന്നു. ജിന്ന് പറയാൻ തുടങ്ങി, ഇല്ലടാ ഞാൻ പുതിയൊന്ന് കണ്ടുപിടിപ്പായിരുന്നു, അത് ജങ്കുക്കിന് കയ്യിൽ പോയിരുന്നു എന്ന് പറയായിരുന്നു. ജങ്കുക്ക് മുറക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് സമാധാനം ആക്കായിരുന്നു. അങ്ങനായിട്ട് അവർ പോയി. അങ്ങനായിട്ട് ആ ക്രിമിനൽസിനെ വിളിച്ചായിരുന്നു. ഹീറോയിനോട് സോറി പറയാൻ നോക്കിയായിരുന്നു. അവർക്ക് കുറച്ച് ജോലി വന്നു, അർജൻറ്റ് വന്നു. അങ്ങനായിട്ട് അവർ ഗഹത്തേക്ക് അവർ വിളിക്കാൻ വന്നവർ വിളിച്ചുകൊണ്ട് പോയിരുന്നു ഗഹത്തേക്ക്. അതെ, ഗഹത്തേക്ക് പോയിരുന്നു. 7 പേർ പോയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഏരിയയിൽ അവരോടൊന്ന് അവർ സമാധാനമായി. അവർ ഓരോന്ന് ബിസി ആയിരുന്നു. ഹീറോയ്ക്ക് ഒരു മാതിരിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഓമിച്ചാൻ തുടങ്ങിയായിരുന്നു. ഹീറോ കൺഫ്യൂസ് ആയിരുന്നു. പോയിട്ട് ചെക്ക് ചെയ്തു. ഹീറോയ്ക്ക് ഷാക്ക്. ഹീറോ പെഡിട്ടാണ്. അങ്ങനെ ഇങ്ങനെ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഇത് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് പറഞ്ഞ് നടന്ന കാര്യം ചോദിച്ചതുകൊണ്ട് ഹീറോയി പറഞ്ഞു. നടന്ന കാര്യം പറഞ്ഞ് ഹീറോയിൻ ഡാഡിക്ക് ഷാക്കായിരുന്നു. അപ്പോൾ ഡാഡി ശരിപ്പാ എന്ന് പറഞ്ഞു. ശരി ഡാഡി ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയെ ബേബീനെ നോക്കിക്കോളാൻ പറയായിരുന്നു.